السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم. وكم من ملك في السماوات لا تغني شفاعتهم شيئا بعد أن يأذن الله لمن يشاء ويرضى. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, പരലോകത്ത് നടക്കുവാനിരിക്കുന്ന ശഫാഅത്തും അതുമായി ബന്ധപ്പെട്ട അതിൻ്റെ വ്യത്യസ്തങ്ങളായ ഇനങ്ങളും വിശദീകരിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഈ പഠന പരമ്പരയിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മഹ്ശറിൽ നടത്തുന്ന ശുപാർശകളുടെ വ്യത്യസ്തങ്ങളായ ഇനങ്ങൾ കഴിഞ്ഞ ക്ലാസുകളിലൂടെ നിങ്ങൾ മനസ്സിലാക്കുകയുണ്ടായി. നരകാഗ്നിയിൽ കിടക്കുന്ന ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ആദരിച്ചുകൊണ്ട് ആ നരകാഗ്നിയിൽ കിടക്കുന്ന ആളുകളിൽ നിന്ന് അള്ളാഹു ഉദ്ദേശിക്കുന്ന പരിധി അവൻ നിശ്ചയിച്ചു കൊടുക്കുകയും ആ പരിധിക്കകത്ത് നിന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ നരകത്തിയിൽ നിന്ന് പുറത്തെടുത്ത് സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്ന ഹദീസുകളെ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ മനസ്സിലാക്കുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് മാത്രമുള്ള ശുപാർശ കഴിഞ്ഞ ക്ലാസുകളിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നാൽ നരകാഗ്നിയിൽ നിന്ന് ആളുകളെ പുറത്തെടുക്കുന്ന ഈ രൂപത്തിലുള്ള ശുപാർശ അത് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിലൂടെ മാത്രമല്ല, പ്രവാചകന്മാരിലൂടെ, മറ്റു പ്രവാചകന്മാരിലൂടെയും അതുപോലെ തന്നെ മലക്കുകളിലൂടെയും സത്യവിശ്വാസികളിൽ അല്ലാഹുവിനോട് ഏറ്റവും അടുപ്പം സിദ്ധിച്ചിട്ടുള്ള ആളുകളിലൂടെയുമൊക്കെ ആ ശുപാർശ നടക്കും എന്നതാണ് ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഹദീസിൽ തന്നെ നമുക്ക് കാണാം, യശ്ഫഉ നബിയ്യൂന വൽ മലായികത്തു വൽ മുഅ്മിനൂൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ശഫാഅത്തിന് പുറമെ മറ്റു പ്രവാചകന്മാരും ശുപാർശ പറയും. വൽ മലായികത്തു, മലക്കുകളും, വൽ മുഅ്മിനൂൻ, സത്യവിശ്വാസികളായ ആളുകളും ശുപാർശ പറയുമെന്ന് ഹദീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും.
ഏത് ശുപാർശകളെ സംബന്ധിച്ച് പറയുമ്പോഴും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, ആദ്യ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ച എല്ലാ മാനദണ്ഡങ്ങളും ആർക്ക് നൽകപ്പെടുന്ന ശുപാർശയുടെ അനുവാദത്തെക്കുറിച്ച് പറയുമ്പോഴും നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. മഹാന്മാരായ പ്രവാചകന്മാരും അള്ളാഹു അവർക്ക് നൽകുന്ന പ്രത്യേകമായ ആദരവിന്റെ അടിസ്ഥാനത്തിൽ ഇതുപോലെ അവരും അള്ളാഹുവിനോട് അനുവാദം കിട്ടുമ്പോൾ ശുപാർശ പറയുകയും അത് മുഖേന അവരുടെ ഉമ്മത്തുകളിൽ നിന്ന് പാപികളായ ആളുകളെ പ്രത്യേകമായി അള്ളാഹുവിന്റെ അനുവാദത്തോടുകൂടി നരകാഗ്നിയിൽ നിന്ന് പുറത്തെടുത്ത് സ്വർഗത്തിലാക്കുന്ന രൂപത്തിലുള്ള ശുപാർശകൾക്ക് മഹാന്മാരായ മറ്റു പ്രവാചകന്മാരും അവർക്കും അതിന് പ്രത്യേകമായ ആദരവ് നൽകപ്പെടും എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. അതുപോലെ മലക്കുകളെ സംബന്ധിച്ച് മലക്കുകൾ ശുപാർശ പറയുമെന്ന് പരിശുദ്ധ ഖുർആനിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഞാൻ നിങ്ങളെ തുടക്കത്തിൽ ഓതി കേൾപ്പിച്ച സൂറത്തുൻ നജ്മിലെ 26-ാമത്തെ ആയത്ത്, വകം മിൻ മലകിൻ ഫിസ് സമാവാതി ലാ തുഗ്നി ശഫാഅതുഹും ശൈഅൻ ഇല്ലാ മിൻ ബഅദി അൻ യഅ്ദന അല്ലാഹു ലിമൻ യശാഉ വയർദാ. വകം മിൻ മലകിൻ ഫിസ് സമാവാതി, ആകാശങ്ങളിൽ എത്രയെത്ര മലക്കുകളാണ്, ആകാശലോകത്ത് എത്രയെത്ര മലക്കുകളാണ്. ലാ തുഗ്നി ശഫാഅതുഹും ശൈആ, അവരുടെ ശുപാർശ ഉപകരിക്കുകയില്ല, അവരുടെ ശുപാർശയും ഒരു തലക്കും ഒന്നും ഫലം ചെയ്യുകയില്ല, ഉപകരിക്കുകയില്ല. ഇല്ലാ മിൻ ബഅദി അൻ യഅ്ദന അല്ലാഹ്, അല്ലാഹ് അനുവാദം നൽകിയതിന്റെ ശേഷമല്ലാതെ. ലിമൻ യശാഉ വയർദാ, അവൻ ഉദ്ദേശിക്കുന്നവർക്കും അവൻ തൃപ്തിപ്പെടുന്നവർക്കും. അപ്പൊ അല്ലാഹ് ഉദ്ദേശിക്കുന്നവർക്ക്, അല്ലാഹ് തൃപ്തിപ്പെടുന്നവർക്ക് അല്ലാഹ് അനുവാദം കൊടുത്തതിന്റെ ശേഷമല്ലാതെ ഒരാളും റെക്കമെൻഡ് പറയൂല, ശുപാർശ പറയൂല എന്ന തത്വം മലക്കുകളെ സംബന്ധിച്ചു പറഞ്ഞിടത്തും അല്ലാഹ് സൂറത്തുൻ നജ്മിൽ 26-ാമത്തെ ആയത്തിലൂടെ പറയുന്നു. അപ്പൊ മലക്കുകളും എന്തു പറയുന്നുണ്ട്? നാളെ മഹ്ശറിൽ ശുപാർശ പറയുന്നുണ്ട്. അല്ലാഹു അവർക്കും ശുപാർശക്ക് അനുവാദം നൽകുന്നുണ്ട്. അതേ, നമുക്കത് ഹദീസുകളിൽ കാണാം. حتى إذا فرغ الله تعالى من فصل القضاء بين العباد وأراد أن يخرج برحمته من أراد من أهل النار أمر الملائكة أن يخرجوا من النار من كان لا يشرك بالله شيئا ممن أراد الله تعالى أن يرحمه ممن يشهد أن لا إله إلا الله. അള്ളാഹു അതാ അവന്റെ അടിമകൾക്കിടയിൽ തീരുമാനമെടുത്തു കഴിഞ്ഞ് അതേ അവന്റെ പ്രത്യേകമായ അനുഗ്രഹം കിട്ടി. ആ പ്രത്യേകമായ അനുഗ്രഹം മുഖേന യഥാ അവൻ ഉദ്ദേശിക്കുന്നവരെ നരകത്തിയിൽ നിന്നവൻ പുറത്തെടുക്കാൻ ഉദ്ദേശിക്കുമ്പോൾ അള്ളാഹുവിന്റെ പ്രത്യേകമായ റഹ്മത്ത് മുഖേന ഏതൊക്കെ നരകത്തിലുള്ള ആളുകളെ ആ നരകത്തിയിൽ നിന്ന് പുറത്തെടുക്കാൻ ഉദ്ദേശിക്കുന്നുവോ അവരെ പുറത്തു കൊണ്ടുവരാനുള്ള അനുവാദം അതാ മലക്കുകൾക്ക് കൊടുക്കുകയാണ്. അമറൽ മലായികത്ത, മലക്കുകളോട് അവൻ കൽപ്പിക്കുന്നു, അൻയുഖ്രിജൂ മിനന്നാർ, നരകത്തിയിൽ നിന്ന് പുറത്തെടുത്തുകൊള്ളുവാൻ. മൻ കാന ലാ യുശ്രികു ബില്ലാഹി ശൈആ, അല്ലാഹുവിൽ യാതൊന്നിനെയും പങ്കു ചേർക്കാത്തവരെ നരകത്തിയിൽ നിന്ന് പുറത്തെടുത്തുകൊള്ളാൻ. മിമ്മൻ അറാദല്ലാഹു തആല യർഹമുഹു, ആരോടാണോ അല്ലാഹു റഹ്മത്ത് ചെയ്യാൻ ഉദ്ദേശിച്ചതെങ്കിൽ അവരെ, അതായത് മിമ്മൻ യശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന സത്യസാക്ഷ്യവചനം അംഗീകരിച്ച ആളുകളെ, അഥവാ ശിർക്ക് ചെയ്യാതെ മരണപ്പെട്ടു പോയവർക്ക് മാത്രമാണ് ശുപാർശകരുടെ മുഴുവനും ശുപാർശ ഫലം ചെയ്യുന്നത്. ശിർക്കോടുകൂടി കുഫറായിക്കൊണ്ട്, കാഫിറായി, മുശ്രിക്കായിക്കൊണ്ട് മരണപ്പെട്ടവന് നരകത്തിയിൽ നിന്ന് അതേ എത്ര കാലഘട്ടം കഴിഞ്ഞാലും മോചനമില്ല. അവരതിൽ ഖാലിദീന ഫീഹാ, അവര് നരകത്തിയിൽ ശാശ്വതവാസികളാണ്. അല്ലാത്ത അല്പമെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് ഈമാൻ ആരുടെയെങ്കിലും ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ അവരെ അതാ പുറത്തെടുക്കുകയാണ്. മലക്കുകളോട് പറയുന്നു അങ്ങനെ, ഫയരിഫൂനഹും ഫിന്നാരി ബിഅസരി സുജൂദ്, അതേ സുജൂദിന്റെ അടയാളം കൊണ്ട് ഇത്തരക്കാരെ നരകാഗ്നിയിൽ തിരിച്ചറിയപ്പെടും.
സുജൂദിന്റെ അടയാളം കൊണ്ട് ഇത്തരക്കാരെ നരകത്തിയിൽ തിരിച്ചറിയപ്പെടും. തഅകുലുന്നാറു മിൻ ഇബ്നി ആദമ തഅകുലുന്നാറു മിൻ ഇബ്നി ആദമ ഇല്ലാ സറസ്സുജൂദ്. അതേ മനുഷ്യൻ നരകത്തിയിൽ കിടക്കുമ്പോൾ അവന്റെ ശരീരത്തിൽ നിന്ന് സുജൂദിന്റെ അടയാളമുള്ള ഇടമല്ലാത്തതൊക്കെ തീ തിന്നുകയാണ്, തീ നക്കുകയാണ്, തീ സ്പർശിക്കുകയാണ്. ഹറമല്ലാഹു അലന്നാരി അൻ തഅകുല സറസ്സുജൂദി. തീയുടെ മേൽ അല്ലാഹു നിഷിദ്ധമാക്കിയിരിക്കുകയാണ് അൻ തഅകുല സറസ്സുജൂദ്. സുജൂദിന്റെ അടയാളമുള്ള സ്ഥലത്തെ തിന്നാൻ പാടില്ലെന്ന് നരകത്തിയോട് അല്ലാഹു നിഷിദ്ധമാക്കിയിരിക്കുന്നു. അങ്ങനെ അതാ ഈമാൻ അല്പമെങ്കിലും കണികയെങ്കിലും ബാക്കിയുള്ള ആളുകൾ നരകത്തിയിൽ നിന്നവർ പുറത്തേക്ക് എടുക്കപ്പെടുന്നു. അവരാകെ കറുത്തിരണ്ട് കരിക്കട്ട പോലെ അവരുടെ കളറുകളാകെ മാറിയിട്ടുണ്ട്. ജീവജലം എന്നറിയപ്പെടുന്ന ഒരു പ്രത്യേകമായ ജലം അവരിൽ ഒഴിക്കപ്പെടുകയും അങ്ങനെ അവരതാ അതിലൂടെ ഇങ്ങനെ മുളച്ചു പൊങ്ങുന്നു. മലവെള്ളപ്പാച്ചിലിൽ നിന്ന് ചെറിയ വിത്തുകളിൽ നിന്ന് മുളപൊട്ടി വരും പോലെ നല്ല നിലക്കവര് പ്രത്യേകമായ കളറ് നൽകപ്പെട്ടുകൊണ്ടതാ നരകത്തിയിൽ നിന്ന് പുറത്തെടുത്ത് അവരെ അതാ പിന്നീട് സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുന്നു. അതേ ഈ രൂപത്തിലുള്ള ഒരു പ്രവർത്തനത്തിന് അല്ലാഹു അനുവാദം കൊടുക്കുന്നത് മലക്കുകളുടെ ശുപാർശക്ക് വേണ്ടിയാണ്. മലായിക്കത്തിന്റെ ശുപാർശയെ സംബന്ധിച്ച് അതേ അതിൽ നിന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അവിടെയും അല്ലാഹു തആല പറഞ്ഞല്ലോ, ഇല്ലാ മിൻ ബഅദി അൻ യഅ്ദനല്ലാഹു ലിമൻ യശാഉ വയർദാ. അല്ലാഹ് അനുവാദം കൊടുക്കുന്നവർ അല്ലാഹ്ക്ക് വേണ്ടി തൃപ്തിപ്പെടുന്നുവോ അവർക്ക് വേണ്ടിയാണ് ശുപാർശകർ മുഴുവനും. അത് ഖുർആനിന്റെ പൊതുവേ തത്വമാണ്. നമ്മൾ ആദ്യമേ വിശദീകരിച്ചതാണ്. വലാ യശ്ഫഊന ഇല്ലാ ലിമൻ ഇർതദാ. ശുപാർശകന്മാരൊന്നും തന്നെ അവൻ തൃപ്തിപ്പെട്ടവർക്ക് വേണ്ടി അല്ലാതെ ശുപാർശ പറയൂല. അപ്പൊ അല്ലാഹ്യാണ് തീരുമാനിക്കേണ്ടത് ആർക്ക് വേണ്ടി പറയണം, ആരെ നരകത്തിയിൽ നിന്ന് രക്ഷപ്പെടുത്തണം, ആരെ പുറത്ത് വിടണം, ആരെ സ്വർഗത്തിലാക്കണം എന്നതൊക്കെ തീരുമാനിക്കുന്നത് അല്ലാഹ് തന്നെയാണ്. പിന്നെ ഓരോരുത്തരുടെയും വാക്കുകൾ മുഖേന അവർക്ക് അനുവാദം കൊടുക്കുകയും അവർക്ക് പരിധി നിശ്ചയിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നത് അത്തരത്തിലുള്ള ആളുകൾക്ക് നൽകുന്ന ആദരവാകുന്നു എന്ന് തുടക്കത്തിലെ നമ്മുടെ വിശദീകരണത്തിൽ പറഞ്ഞത് എന്റെ എല്ലാ ശ്രോതാക്കളുടെയും മനസ്സിൽ ഉണ്ടാകണമെന്ന് ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുന്നു. ഇനി സഹോദരന്മാരെ, മലക്കുകൾ മാത്രമാണോ? മുഅ്മിനീങ്ങളും അവിടെ ശുപാർശ പറയുന്നുണ്ട്. അല്ലാഹു അവർക്കും അനുവാദം കൊടുക്കുന്നുണ്ട്. മുഅ്മിനീങ്ങളായ ആളുകൾ അതാ ദുനിയാവിൽ വെച്ച് അതേ എത്ര വലിയ വളരെയേറെ നല്ല രൂപത്തിലുള്ള ക്ലോസ് ഫ്രണ്ട്സ് എന്നൊക്കെ നമ്മൾ പറയുന്ന, അവൻ എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവനാണ് എന്നൊക്കെ പറയുന്ന എല്ലാ ഫ്രണ്ട്ഷിപ്പുകളും മുറിഞ്ഞു പോകുന്ന ലോകമാണ് പരലോകം. അതേ ഇവിടത്തെ ഒരു ബന്ധങ്ങളും അവിടെ നിലനിൽക്കുന്നില്ല. എന്നാൽ ഈമാനിന്റെയും തഖ്വയുടെയും പേരിൽ നിലനിൽക്കുന്ന ബന്ധങ്ങളാണ് അവിടെ ഉപകരിക്കുന്നത്. വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു. സൂറത്തു സുഹ്റുഫിലെ 67-ാമത്തെ ആയത്തിൽ കാണാം, അൽഖില്ലാഉ യൗമഇദിൻ ബഅദുഹും ലിബഅദിൻ അദുവ്വുൻ ഇല്ലൽ മുത്തഖീൻ. എല്ലാ ഉറ്റ ചങ്ങാതിമാരും അന്നത്തെ ദിവസം ബഅദുഹും ലിബഅദിൻ അവരിൽ ചിലർക്ക് അദുവ്വുൻ ശത്രുക്കളായിരിക്കും. ഇവിടെ വലിയ വലിയ കൂട്ടുകാരാണ്, പക്ഷേ ഈമാനിന്റെ പേരുള്ള ബന്ധമായിരുന്നില്ല, തഖ്വയുടെ മേൽ ബന്ധപ്പെട്ട ചങ്ങാത്തമായിരുന്നില്ല. തോന്നിവാസത്തിനും ധിക്കാരത്തിനും തെമ്മാടിത്തത്തിനും മോശമായ കാര്യങ്ങൾക്കും വേണ്ടിയൊക്കെ വലിയ ഫ്രണ്ട്സായി ചമഞ്ഞ് നടന്നിരുന്ന ആളുകൾക്കൊന്നും അശ്ശരില്ലാ ബന്ധങ്ങൾ നിലനിൽക്കുന്നില്ല. അതേ അവസരത്തിൽ ഇല്ലൽ മുത്തഖീൻ, മുത്തഖീങ്ങൾ ഒഴികെ. മുത്തഖീങ്ങളായ ആളുകൾ അവർ ശത്രുക്കളല്ല, അവർ വളരെ സ്നേഹത്തിൽ തന്നെയാണ്. അതേ ആ നിലക്ക് സത്യവിശ്വാസികളായ ആളുകൾക്ക് പ്രത്യേകമായി അല്ലാഹു തആല ഒരു അനുവാദം നൽകുമ്പോൾ വിശാലമായി, അതേ സ്വഹീഹിൽ വന്ന സ്വഹീഹുൽ ബുഖാരിയിലും അതുപോലെ തന്നെ മുസ്ലിമിലുമൊക്കെ വന്നിട്ടുള്ള ഹദീസിന്റെ സാന്ദർഭികമായിട്ടുള്ള ചില വാചകങ്ങൾ ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. സത്യവിശ്വാസികളായ ആളുകളും അല്ലാഹുവിനോട് പറയും, റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ, കാനൂ യസൂമൂന മാനാ വയുസല്ലൂന വയഹുജ്ജൂൻ. അവര് ഞങ്ങളുടെ കൂടെ നോമ്പെടുത്തിരുന്നവരാണല്ലോ, ഞങ്ങളുടെ കൂടെ നിസ്കരിച്ചിരുന്നവരാണല്ലോ, ഞങ്ങളുടെ കൂടെ ഹജ്ജ് ചെയ്തിരുന്നവരാണല്ലോ.
അതേ ആ അവസരത്തിൽ അവർക്ക് അനുവാദം നൽകപ്പെടും. അവരോട് പറയപ്പെടും, അഖ്രിജൂ മൻ അറഫ്തും, നിങ്ങൾ അറിയുന്നവരെ പുറത്തെടുത്തോളൂ, നിങ്ങൾ അറിയുന്നവരെ നരകത്തീയിൽ നിന്ന് പുറത്തെടുത്തോളൂ. അല്ലാഹു അവർക്കും അതാ നിശ്ചയിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ അതാ നരകത്തീ സ്പർശിക്കാത്ത ഭാഗങ്ങൾ അവർ കാണുകയാണ്. അതെങ്ങനെയാണ്? നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ നിസ്കാരത്തിന്റെ അടയാളങ്ങളുള്ള ഭാഗങ്ങൾ നരകത്തീ തിന്നാതെ കിടപ്പുണ്ട്, അവിടെ തീ സ്പർശിക്കപ്പെട്ടിട്ടില്ല. അങ്ങനെ ഈ ആളുകൾ എന്തു ചെയ്യുന്നു? സത്യവിശ്വാസികളുടെ ഈ ശുപാർശ പ്രകാരം ധാരാളം ആളുകൾ നരകത്തീയിൽ നിന്ന് പുറത്തേക്ക് ഇടപെടുന്നു. അതേ നരകത്തീ അവരെ കണങ്കാല് വരെ കാൽമുട്ട് വരെ ഒക്കെ തീരുന്ന ആളുകളുണ്ട്. എന്നിട്ട് അവർ അല്ലാഹുവിനോട് പറയും, റബ്ബനാ മാ ബഖിയ ഫീഹാ അഹദും മിമ്മൻ അമർതനാ ബിഹി, അല്ലാഹുവേ നീ ഞങ്ങളോട് കൽപ്പിച്ചിട്ടുള്ളതിൽ ഇനി ആ കൂട്ടത്തിൽ ആരും ബാക്കിയുണ്ടെന്ന് തോന്നുന്നില്ല. അല്ലാഹു പറയും, ഇനിയും മടങ്ങിച്ചെന്നോ, ഇനിയും മടങ്ങിച്ചെന്നോ, അല്പമെങ്കിലും ഹൃദയത്തിൽ ഈമാൻ ബാക്കിയുള്ളവരെയൊക്കെ പുറത്തെടുത്തോളൂ. പടച്ച റബ്ബ് അവർക്ക് തോന്നിപ്പിച്ചു കൊടുക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ അവര് പോകുന്നു. അതേ നരകാഗ്നിയിൽ നിന്ന് പിന്നെയും ഇതുപോലെയുള്ള ആളുകളെ പുറത്തെടുക്കുന്നു. ഇതിങ്ങനെ പലവട്ടം ആവർത്തിക്കും എന്ന് പറയുകയാണ്. അതേ അങ്ങനെ സത്യവിശ്വാസികളായ ആളുകൾ, മുഅ്മിനുകളായ ആളുകൾ, അല്ലാഹുവിനോട് അടുപ്പം സിദ്ധിച്ചിട്ടുള്ള ആളുകൾ, ഓരോരുത്തർക്കും അല്ലാഹുവിനോടുള്ള അടുപ്പം എത്രത്തോളമാണോ അത്രത്തോളം അല്ലാഹുവിന്റെ അടുക്കൽ അതേ അല്ലാഹു അവർക്ക് ആദരവ് നൽകിക്കൊണ്ട് ഈ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് അഥവാ ശഫാഅത്തിനുള്ള അനുവാദം റബ്ബ് അവർക്ക് നൽകുന്നു. അല്ലാഹു തീരുമാനിക്കുന്ന, അവൻ കൽപ്പിക്കുന്ന, അവൻ വിധിക്കുന്ന, അവൻ അനുവാദം കൊടുക്കുന്ന നിലക്കഥ അവരും നരകത്തിയിൽ നിന്ന് ആളുകളെ പുറത്തേക്കെടുക്കുന്നു. ഇത് പലവട്ടം അങ്ങോട്ട് പോവുകയും പിന്നെയും പുറത്തെടുക്കുകയും പിന്നെയും റബ്ബിനെ സമീപിക്കുകയും പിന്നെയും റബ്ബ് അനുവാദം കൊടുക്കുകയും മടങ്ങിപ്പോയിട്ട് അതേ നരകാഗ്നിയിൽ നിന്ന് പുറത്തെടുത്തുകൊള്ളാൻ അവരോട് അനുവാദം കൊടുക്കുകയും ചെയ്യുന്നു. അപ്പൊ സത്യവിശ്വാസികളായ ആളുകളും നാളെ പരലോകത്ത് നരകത്തിയിൽ കിടക്കുന്ന ആളുകളുടെ കാര്യത്തിൽ അവരെ അതിൽ നിന്ന് പുറത്തേക്കെടുക്കുവാനുള്ള ശുപാർശക്ക് സത്യവിശ്വാസികളായ ആളുകൾക്കും അല്ലാഹു അനുവാദം കൊടുക്കുന്നു എന്ന് ഈ ഹദീസുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. ഇനിയും നോക്കൂ, ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസിൽ കാണാം, ഇന്ന മിൻ ഉമ്മത്തി മൻ യശ്ഫഉ ലിൽ ഫിആമി വമിൻഹും മൻ യശ്ഫഉ ലിൽ ഖബീല വമിൻഹും മൻ യശ്ഫഉ ലിൽ ഉസ്ബതി വമിൻഹും മൻ യശ്ഫഉ ലിർ റജുലി ഹത്താ യദ്ഖുലുൽ ജന്ന. എന്റെ ഉമ്മത്തിലുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എന്റെ സമുദായത്തിൽ ചിലരുണ്ടാകും, ചില ആളുകൾ ഓരോരുത്തർക്കും അല്ലാഹുവിനോടുള്ള അവരുടെ അടുപ്പമനുസരിച്ചാണ് അവർക്ക് ശഫാഅത്തിനുള്ള അനുവാദത്തിന്റെ എണ്ണം കൂടുന്നത്. എന്റെ ഉമ്മത്തിൽ തന്നെ ചില ആളുകൾ വലിയ ഒരു സംഘത്തിന് വേണ്ടി ശുപാർശ പറയുന്നവരുണ്ടാകും, ഒരു വൻ സംഘത്തിന് വേണ്ടി ശുപാർശ പറയുന്നവരുണ്ടാകും. വമിൻഹും മൻ യശ്ഫഉ ലിൽ ഖബീല, ഒരു ഗോത്രത്തിന് ശുപാർശ പറയുന്നവരും ഉണ്ടാകും. വമിൻഹും മൻ യശ്ഫഉ ലിൽ ഉസ്ബ, 10 മുതൽ 40 വരെയുള്ള ആളുകൾക്ക് വേണ്ടി ശുപാർശ പറയുന്നവരും ഉണ്ടാകും. വമിൻഹും മൻ യശ്ഫഉ ലിർ റജുലി, ഒരാളുടെ കാര്യത്തിൽ മാത്രം ശുപാർശ പറയാൻ അനുവാദം നൽകപ്പെടുന്നവരും ഉണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുന്നു. അപ്പൊ ഇതൊക്കെ ഓരോരുത്തരുടെ ഈമാൻ കൂടുന്നതിനനുസരിച്ച് അതിനുള്ള അർഹത കൂടുതൽ കിട്ടും എന്നാണ് അതിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഒക്കെ അല്ലാഹു അവരെ പ്രത്യേകം ആദരിക്കുകയാണ്. പാപികളായ ആളുകൾക്ക് അവിടെ ശുപാർശ ചെയ്യാൻ ഒരു അനുവാദം കിട്ടൂല. വളരെയേറെ എപ്പോഴും ശാപവാക്കുകൾ ചൊരിയുന്ന, ശപിച്ചുകൊണ്ടിരിക്കുന്ന, ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്ന, ദുഷിച്ച ജീവിതം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളും നാളെ പരലോകത്ത് ശുപാർശകരാവുകയില്ല, പരലോകത്ത് ശുപാർശക്കാരായി അവർ വരികയില്ല. അതൊക്കെ നമുക്ക് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. പിന്നീട് ഹദീസിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന വേറൊരു ശുപാർശകർ ശുഹദാക്കളാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ അവന്റെ കലിമത്തിന്റെ ഉന്നതിക്ക് വേണ്ടി പോരാടിയ ഷഹീദുകൾ, രക്തസാക്ഷികൾ. ഈ രക്തസാക്ഷികളായ ആളുകൾക്ക് അള്ളാഹുവിന്റെ അടുക്കൽ ഒരുപാട് സ്ഥാനങ്ങൾ എണ്ണി പറയുന്നുണ്ട്. ഷഹീദുകൾക്ക് അള്ളാഹിന്റെ അടുക്കൽ കിട്ടാൻ പോകുന്ന വലിയ പദവികൾ എണ്ണിപ്പറയുന്ന കൂട്ടത്തിൽ 6 കാര്യങ്ങൾ എണ്ണുന്നിടത്ത് അവസാനം പറയുന്നു. അതിൽ ഒന്ന് എണ്ണിപ്പറയുന്നത്
അദ്ദേഹത്തിന്റെ അടുത്ത കുടുംബങ്ങളിൽ നിന്ന് 70 ആളുകളുടെ കാര്യത്തിൽ ശുപാർശ പറയാൻ അനുവാദമുണ്ടാകും. ഷഹീദിന്റെ ശുപാർശക്ക് അർഹത ലഭിക്കപ്പെടാവുന്ന ആളുകളിൽ 70ഓളം ആളുകൾക്ക് ശുപാർശ പറയാൻ അനുവാദം നൽകപ്പെടും. അതേ മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, അതേ ഷഹീദ് അദ്ദേഹത്തിന്റെ കുടുംബക്കാരിൽ നിന്ന് 70ഓളം ആളുകളുടെ കാര്യത്തിൽ ശുപാർശ പറയും. അത് ഷഹീദിന് നൽകപ്പെടുന്ന, ഷഹീദുകൾക്ക്, ശുഹദാക്കൾക്ക് നാളെ മഹ്ശറിൽ ശുപാർശക്കുള്ള അനുവാദം നൽകപ്പെടുന്നു എന്നുള്ളതിന്റെ തെളിവാണ്. മറ്റൊരു വിഭാഗത്തെ പറഞ്ഞത് മുസ്ലിം കുഞ്ഞുങ്ങളാണ്. അതായത് പ്രായപൂർത്തി എത്തുന്നതിന്റെ മുമ്പേ മരണപ്പെട്ടു പോയ മുസ്ലിം ശിശുക്കൾ, ആ നിലക്കുള്ള കുട്ടികളുടെ കാര്യത്തിൽ മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതായത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയാണ്, അന്ന റജുലൻ, ഒരാള് അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, എന്റെ 2 കുട്ടികൾ മരണപ്പെട്ടിരിക്കുന്നു, എന്റെ 2 ആൺകുട്ടികൾ മരണപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഫഹൽ അൻത മുഹദ്ദിസി അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിഹദീസിൻ തുതയ്യിബു ബിഹി അൻഫുസനാ അൻ മൗതാനാ. അതേ എന്താ ചോദിക്കുന്നത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്നും എനിക്ക് ആ വിഷയത്തിൽ ഒരു ഹദീസ് പറഞ്ഞു തരാമോ? ആ ഹദീസ് കേട്ടാൽ എന്ത് വേണം? ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ കാര്യത്തിൽ ഞങ്ങളുടെ മനസ്സിന് നല്ല അടക്കം കിട്ടണം, നല്ല ശാന്തി കിട്ടണം, മനസ്സിന് നല്ല സമാധാനം കിട്ടുന്ന വല്ല വാക്കുകളും അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതായി പറഞ്ഞു തരാമോ? അതേ വിശദീകരിച്ചു കൊടുക്കുകയാണ്. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, വിശദീകരിച്ചു കൊടുത്തത്. സിഗാറുഹും ദആമീസുൽ ജന്ന യതലഖാ അഹദുഹും അബാഹു ഔ ഖാല അബവൈഹി ഫയഖുദു ബിസൗബിഹി ഔ ഖാല ബിയദിഹി കമാ അഖുദു അന ബിസനഫത്തി സൗബിക ഹാദാ ഫലാ യതനാഹാ ഔ ഖാല ഫലാ യൻതഹി ഹത്താ യുദ്ഖിലഹു അല്ലാഹു അബാഹുൽ ജന്ന. മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, ആ കുട്ടികൾ ഇങ്ങനെ സ്വർഗത്തിലെപ്പോഴും അവിടെയും ഇവിടെയുമായി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന, സ്വർഗത്തിൽ നിന്ന് വേറിടാത്ത കുട്ടികളായിരിക്കും. അവരെന്നും സ്വർഗത്തിലെ നിത്യവാസികളായ മക്കളാണ്. ആ കുട്ടികൾ അതാ അവരുടെ പിതാക്കളെ കാണുകയാണ്. ചെറുപ്പന്നേ മരിച്ചുപോയിട്ടുള്ള ശിശുക്കൾ, അതേ പ്രായമാകുന്നതിന്റെ മുമ്പ് കൈക്കുഞ്ഞുകളായിരിക്കെ മരിച്ചുപോയിട്ടുള്ള മക്കൾ, അവരുടെ മാതാപിതാക്കൾ മുഅ്മിനുകളാണെങ്കിൽ ആ മുഅ്മിനുകളായ മാതാപിതാക്കളെ അവര് കണ്ടെത്തുമ്പോൾ ആ കുഞ്ഞുങ്ങളതാ ആ പിതാക്കളുടെ, മാതാപിതാക്കളുടെ വസ്ത്രത്തിന്റെ കോന്തല പിടിച്ചു വലിക്കുകയാണ്. അതെ, അവരുടെ വസ്ത്രത്തിന്റെ ഒരറ്റം പിടിച്ചു വലിക്കുകയാണ്. എന്നിട്ട് ആ ഹദീസിൽ കാണാം, ഇതാ നിന്റെ ഈ ഡ്രസ്സ് ഞാൻ പിടിച്ചു വലിക്കും പോലെ എന്ന് ഉപമാരൂപത്തിൽ പോലും പറയുന്നു. എന്നിട്ടതാ അല്ലാഹു അദ്ദേഹത്തെ, ആ പിതാവിനെയും ആ കുഞ്ഞിനെയും മാതാപിതാക്കളെയും സ്വർഗത്തിലെത്തുന്നത് വരെ ഈ കുട്ടികൾക്ക് വിശ്രമമില്ല, ഈ കുട്ടികൾ പിടിവിടുന്നില്ല. അതെ, അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യം പറഞ്ഞു കൊടുക്കുന്നു. ചെറുപ്പത്തിലെ കുട്ടികൾ അങ്ങനെ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, അവർക്കതാ വലിയ സമാധാനം ഇത് തന്നെയല്ലേ. ദുനിയാവിൽ വെച്ച് നഷ്ടപ്പെട്ടു പോയത് ആരെത്ര സമാധാനിപ്പിച്ചാലാണ് തിരിച്ചെടുക്കാനാവുക? അതേ, മക്കൾ നഷ്ടപ്പെട്ടവരുടെ ദുഃഖം, ചെറുപ്പത്തിലെ കുഞ്ഞുങ്ങൾ മരിച്ചുപോയവരുടെ ദുഃഖം, അവർ പിതാവിന്റെയും മാതാവിന്റെയും ദുഃഖം ആർക്കാണ് അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയുക? അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ആ വേദന അനുഭവിച്ചവരോട്, ആ മാനസികമായ സംഘർഷം അനുഭവിച്ച രക്ഷിതാക്കളോട് അവരുടെ മനസ്സിന് വല്ലാത്ത അടക്കം കിട്ടുന്ന നിലക്ക്, അവരുടെ മനസ്സിന് വല്ലാത്തൊരു കുളിര് നൽകപ്പെടുന്ന നിലക്ക് ആര് സമാധാനിപ്പിച്ചാലും സമാധാനപ്പെടാത്ത മനസ്സുകളല്ലേ മക്കൾ നഷ്ടപ്പെട്ടു പോയവർ. ഉമ്മയുടെ ദുഃഖം, ഒരു ഉപ്പയുടെ ദുഃഖം, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അല്ലാഹു വഴിയുടെ അടിസ്ഥാനത്തിൽ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഒരിക്കലും നിരാശപ്പെടരുത് രക്ഷിതാക്കളെ.
അത്തരത്തിൽ അങ്ങനെ കുഞ്ഞുങ്ങൾ മരിച്ചുപോയെങ്കിൽ അതേ നിങ്ങൾ ഈമാനോടുകൂടെയാണ് മരണപ്പെട്ടു പോകുന്നതെങ്കിൽ ഈ രക്ഷിതാക്കളെ പിടിച്ച് സ്വർഗത്തിലെത്തിക്കുവോളം ആ കുഞ്ഞുങ്ങൾക്ക് അവര് പിടിവിടൂല, അവരവരുടെ പരിശ്രമത്തിൽ നിന്ന് മാറി നിൽക്കൂല എന്ന് കുഞ്ഞുങ്ങൾ ചിണുങ്ങി വാശി പിടിച്ച് കരയുമ്പോൾ ഈ കുട്ടികൾ എന്റെ ഉമ്മയെയും ഉപ്പയെയും എനിക്ക് സ്വർഗത്തിൽ കിട്ടണം എന്ന് പറഞ്ഞ് അതേ ഇവരുടെ വസ്ത്രം പിടിച്ച് വലിച്ചു കൊണ്ടുപോകുന്നു എന്ന റിപ്പോർട്ടാണ് നമ്മൾ കേട്ടതെങ്കിൽ മറ്റൊരു റിപ്പോർട്ടിൽ നമുക്ക് കാണാം, മറ്റൊരു റിപ്പോർട്ടിൽ ഇങ്ങനെയാണ് വന്നത്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു തന്നെ ഉദ്ധരിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മാ മിൻ മുസ്ലിമൈൻ യമൂതു ലഹുമാ സലാസതു ഔലാദിൻ ലം യബ്ലുഗുൽ ഹിൻസ ഇല്ലാ അദ്ഖലഹു അല്ലാഹു വഇയ്യാഹും ബിഫദ്ലി റഹ്മതിഹിൽ ജന്ന وقال يقال لهم ادخلوا الجنة قال فيقولون حتى يجيء أبوانا قال 3 مرات فيقولون مثل ذلك فيقال لهم ادخلوا الجنة أنتم وأبواكم. മറ്റൊരു റിപ്പോർട്ടിൽ ഇങ്ങനെയാണ് വന്നത്, അതായത് ഏതെങ്കിലും മുസ്ലിമായ മാതാപിതാക്കൾ, മുസ്ലിമായ ഉമ്മയാണ്, മുസ്ലിമത്തായ ഉമ്മയാണ്, മുസ്ലിമായ ഉപ്പയാണ്, ആ നിലക്കുള്ള രക്ഷിതാക്കൾ, അവർക്കതാ 3 കുട്ടികൾ മരിച്ചുപോയി. ആ കുട്ടികളാണെങ്കിൽ പ്രായം തികഞ്ഞിട്ടില്ല, പ്രായപൂർത്തി എത്തുന്നതിന്റെ മുമ്പേ 3 കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു പോയ രക്ഷിതാക്കൾ. അല്ല അവരെ പ്രവേശിപ്പിക്കും, വയ്യാഹും അവരെയും, അതേ പടച്ച റബ്ബ് ആ മക്കളെയും ഈ രക്ഷിതാക്കളെയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാതിരിക്കില്ല. ബിഫദ്ലി റഹ്മതിഹിൽ ജന്ന, അവന്റെ പ്രത്യേകമായ അളവറ്റ കാരുണ്യ മുഖേന അല്ലാഹു അവരെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാൻ. അത്രയും അവര് സഹിച്ചല്ലോ, അത്രയും അവര് ക്ഷമിച്ചവരല്ലേ, ക്ഷമക്കാണല്ലോ അറ്റമില്ലാത്ത കൂലിയുള്ളത്. സ്വർഗത്തിലേക്ക് ആളുകൾ കാലെടുത്ത് വെക്കുമ്പോ മലായിക്കത്തുകൾ ആശീർവാദം പറയുന്ന കൂട്ടത്തിൽ എന്താണ് അവരോട് സലാം പറഞ്ഞ ഉടനെ പറയുന്നത്? സലാമുൻ അലൈക്കും ബിമാ സബർതും, സലാമുൻ അലൈക്കും ബിമാ സബർതും, നിങ്ങൾക്ക് ശാന്തി ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു മലക്കുകൾ സ്വർഗത്തിലേക്ക് അവരെ ഇങ്ങനെ കൂട്ടിക്കൊണ്ടുപോകുന്നു, ആനയിക്കുന്നു. എന്താ സ്വർഗത്തിൽ പ്രവേശിക്കാൻ കാരണം പറഞ്ഞത്? ബിമാ സബർതും, നിങ്ങൾ ഏറെ സഹിച്ചവരാണ്. ക്ഷമ കാരണം, നിങ്ങൾ സഹിച്ചത് കാരണം, നിങ്ങൾ ക്ഷമിച്ചത് കാരണം സ്വർഗത്തിലേക്ക് എന്ന് പറയില്ലേ? അതേ ഇവിടെയും ഇതാ ഈ കുട്ടികളോട് പറയും, ഉദ്ഖുലുൽ ജന്ന, മക്കളെ സ്വർഗത്തിലേക്ക് കയറിക്കോ, സ്വർഗത്തിലേക്ക് കടന്നോ എന്ന് പറയുമ്പോ ഈ മക്കള് പറയും, ഈ മക്കള് അല്ലാഹുവിനോട് പറയും, ഹത്താ യജീഅ അബവാനാ, എനിക്കെന്റെ ഉപ്പ വേണം, എന്റെ ഉമ്മ വേണം, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഉപ്പ വേണം, ഉമ്മ വേണം, മാതാപിതാക്കൾ വേണമെന്ന് ഈ മക്കൾ വാശി പിടിക്കും പോലെ പറയുകയാണ്. അതേ 3 തവണ അവരോട് കൽപ്പിക്കപ്പെടുമ്പോഴും കുഞ്ഞുങ്ങൾ 3 തവണയും ഇവര് തന്നെ ആവർത്തിക്കും, അല്ലാ ഞങ്ങൾ കയറിക്കോളാ, പക്ഷേ ഞങ്ങളെ ഉപ്പാനെ കൂടെ വേണം, ഞങ്ങളെ ഉമ്മാരെ കൂടെ വേണം എന്നിങ്ങനെ മക്കളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ 3 തവണ പറയുമ്പോഴും 3 തവണയും മക്കളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഫയഖൂലു ലഹും, മക്കളോട് പറയും, ഉദ്ഖുലുൽ ജന്ന, സ്വർഗത്തിൽ കടന്നോ മക്കളെ, അൻതും വഅബവാകും, നിങ്ങളും നിങ്ങളുടെ മാതാപിതാക്കളും കയറിക്കോ എന്നിങ്ങനെ പറയപ്പെടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്നുള്ള റിപ്പോർട്ടിൽ നമുക്ക് കാണാം. അപ്പൊ നോക്കൂ, ആ നിലക്ക് അങ്ങനെ മരിച്ചുപോയിട്ടുള്ള കൈക്കുഞ്ഞുങ്ങൾ, ആ പ്രായപൂർത്തി എത്താത്ത മക്കള്, അതേ അവരും അവരുടെ രക്ഷിതാക്കളുടെ കാര്യത്തിൽ ശുപാർശ പറയുമ്പോൾ അല്ലാഹുവിന്റെ പ്രത്യേകമായ ഒരാദരവും പ്രത്യേകമായ അനുവാദവും അവരുടെ വിഷയത്തിൽ ലഭിക്കപ്പെടുകയാണ്. അതൊക്കെ ആ നിലക്കുള്ള മുസ്ലിമീങ്ങളാവണം. മുസ്ലിമീങ്ങളും മുഅ്മിനീങ്ങളുമായ മാതാപിതാക്കളുടെ കാര്യത്തിൽ മാത്രമാണ്, അല്ലാത്തവർക്കതില്ല. കാരണം നേരത്തെ നമ്മൾ വിശദീകരിച്ച തത്വം എല്ലായിടത്തേക്കും ബാധകമാണ്. മുശ്രിക്കിനൊരിക്കലും ശുപാർശ ആരുടെയും എന്ത് ചെയ്യൂല, ഫലം ചെയ്യൂല. കാഫിറിനോ മുശ്രിക്കിനോ ആ നിലക്കുള്ള ശുപാർശ ഒരിക്കലും ഫലം ചെയ്യുന്നതല്ല എന്ന് നമ്മൾ പറഞ്ഞതാണ്. ഇനി സഹോദരന്മാരെ, ഇതുവരെ നമ്മൾ പറഞ്ഞത് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ശുപാർശ, പ്രവാചകന്മാരുടേത്, മലക്കുകളുടേത്,
അതുപോലെ തന്നെ സത്യവിശ്വാസികളുടേത്, അവരിൽ തന്നെ ശുഹദാഇന്റേത്, അതുപോലെ തന്നെ ചെറുപ്പന്നേ മരിച്ചു പോയിട്ടുള്ള ചെറിയ കൈക്കുഞ്ഞുങ്ങളുടേത്. ഇനി ഇതിനെല്ലാം പുറമേതാ സല്ലല്ലാഹു അലൈഹി വസല്ലം വേറെയും ചില ശുപാർശകരെ പറയുന്നുണ്ട്. ആ ശുപാർശകരാരാണ്? ആ ശുപാർശ ചെയ്യുന്നവരെന്താണ്? ഒന്ന് പരിശുദ്ധ ഖുർആനാണ്, മറ്റൊന്നതാ വ്രതാനുഷ്ഠാനമാകുന്നു. സ്വഹീഹായ ഹദീസിൽ നമുക്ക് കാണാം, പരിശുദ്ധ ഖുർആൻ, ആ ഖുർആൻ ശരിക്ക് ഓതി, ഖുർആൻ ശരിക്ക് പാരായണം ചെയ്ത് ജീവിച്ച ഒരു മുസ്ലിം ആ ഖുർആനിന്റെ അക്ഷരങ്ങളോട് നീതി പുലർത്തി, അതിൽ പറഞ്ഞ നിയമങ്ങളെ ജീവിതത്തിൽ പകർത്തി, അങ്ങനെ അക്ഷരങ്ങളോടും അതിലെ ആശയങ്ങളോടും കൂറു പുലർത്തിക്കൊണ്ട് കേവലം ഒരു ഓത്തല്ല, കേവലം ഒരു പാരായണമല്ല. പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് കേവലം പാരായണത്തിന് മാത്രമുള്ളതല്ലല്ലോ. അതിനോട് പുലർത്തേണ്ട നീതി പ്രകാരം ഖുർആനുമായി ഏറെ സ്നേഹം കാണിച്ചു, ഖുർആനുമായി ഏറെ ബന്ധം പുലർത്തി, ഖുർആൻ പഠിച്ചു, ഖുർആനുമായിട്ട് എപ്പോഴും നല്ല ബന്ധമാണ്. ആ നിലക്ക് കഴിഞ്ഞുകൂടിയാൽ അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇഖ്റഉൽ ഖുർആൻ ഫഇന്നഹു യഅതി യൗമൽ ഖിയാമത്തി ശഫീഅൻ ലിഅസ്ഹാബിഹി. നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യണേ. ഫഇന്നഹു യഅതി, നിശ്ചയം ആ ഖുർആൻ വരും, ആ ഖുർആൻ വരും യൗമൽ ഖിയാമത്തി, അന്ത്യനാളിൽ ശഫീഅ, ഖുർആൻ റെക്കമെൻഡുകാരനായിട്ട് വരും, ഖുർആൻ ശുപാർശകനായിട്ട് വരും. ലിഅസ്ഹാബിഹി, ഖുർആനിന്റെ അനുയായികൾക്ക് വേണ്ടി, ഖുർആനിന്റെ ആളുകൾക്ക് വേണ്ടി ശുപാർശ പറയാൻ ഖുർആൻ വരികയാണ്. നമ്മൾ ഒരിക്കലും ചിന്തിച്ചു പോകണ്ട, എങ്ങനെയാണ് ഈ ഖുർആൻ ശുപാർശ പറയുക, എങ്ങനെയാണ് ഈ നോമ്പ് ശുപാർശ പറയുക. അതേ പരലോകമാണ്, ദുന്യാവല്ല. അവിടെ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ മുഴുവനും അത്ഭുതങ്ങളുടെ ലോകമാണ്. അതേ ഭൂമി സംസാരിക്കുന്ന ലോകമല്ലേ. ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ വഅഖ്റജത്തിൽ അർളു അസ്ഖാലഹാ വഖാലൽ ഇൻസാനു മാ ലഹാ യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹാ. ഭൂമി അതിന്റെ വാർത്ത പറയുന്ന ദിവസമാണ്. നമ്മുടെ കൈ സംസാരിക്കുന്ന ലോകമാണ്. അതേ കാല് സാക്ഷി പറയുന്ന ലോകമാണ്. നമ്മുടെ ശരീരത്തിലെ തൊലികൾ സംസാരിക്കുന്ന ലോകമാണ്. അപ്പൊ അവിടെ എങ്ങനെയാ ഖുർആൻ വരുന്നത്, എങ്ങനെയാണ് നോമ്പ് വരുന്നത് എന്നൊന്നും നമുക്ക് മനസ്സിലാക്കാനാവില്ലെങ്കിലും എന്റെ യുക്തിക്ക് ഗ്രഹിക്കാനാകുന്നത് ഞാൻ സ്വീകരിക്കൂ എന്ന പിടിവാശി ദുർവാശിയാണ്. ആ ദുർവാശി മനുഷ്യനെ നരകത്തിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുകയുള്ളൂ. അതേ അവസരത്തിൽ എന്റെ നേതാവ് എന്തെന്ന് പറഞ്ഞാലും അതെന്റെ യുക്തിക്കകത്തേക്ക് കൊണ്ടാലും അതുകൊണ്ടില്ലെങ്കിലും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്ന് പറഞ്ഞാൽ സമിഅനാ, ഞങ്ങളത് കേട്ടിരിക്കുന്നു, വഅതഅനാ, ഞങ്ങളത് അനുസരിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ആ ഒരു വിനീത മനസ്ഥിതിയാണല്ലോ നമുക്ക് വേണ്ടത്. അതുകൊണ്ട് ചിന്തിച്ചോളൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് പരിശുദ്ധ ഖുർആൻ ധാരാളമായി ഓദിക്കോ, ഖുർആനുമായി നിരന്തരം ബന്ധം പുലർത്തിക്കോളൂ. ഫഇന്നഹു യഅതി യൗമൽ ഖിയാമത്തി ശഫീഅൻ ലിഅസ്ഹാബിഹി, അതിന്റെ ആൾക്കാർക്ക് വേണ്ടി ശുപാർശ പറയാൻ വേണ്ടി ഖുർആൻ വരുന്നതാണ്. അതിൽ തന്നെ പ്രത്യേകം 2 സൂറത്തുകളെ പ്രവാചകൻ ഇതേ ഹദീസിന്റെ ബാക്കി ഭാഗത്ത് പറയുന്നു, ഇഖ്റഉസ് സഹ്റാവൈൻ, സഹ്റാവൈനിയെ നിങ്ങൾ പാരായണം ചെയ്യണം. അഥവാ സഹ്റാവൈനി എന്ന് പറഞ്ഞാൽ ശോഭയുള്ള 2 സൂറത്തുകൾ. അതിന്റെ ഏറ്റവും വലിയ ശോഭയും അതിന്റെ പ്രകാശവും അതിൽ ഓതിയാലുള്ള പ്രതിഫലവും ഒന്നും കണക്കല്ലാത്തതാണ്. ഏതാണ് ആ ശോഭയേറിയ 2 അധ്യായങ്ങൾ എന്ന് പറഞ്ഞത്? ഒന്ന് അൽ ബഖറ, സൂറത്തുൽ ബഖറ, മറ്റൊന്ന് സൂറ ആല ഇംറാൻ. ആല ഇംറാൻ അഥവാ 2-ാമത്തെയും 3-ാമത്തെയും അധ്യായങ്ങൾ. അത് പ്രത്യേകം പാരായണം ചെയ്യാൻ അല്ലാഹുവിന്റെ റസൂൽ പ്രത്യേകം പ്രോത്സാഹിപ്പിച്ചിരിക്കുകയാണ്. ഫഇന്നഹുമാ തഅതിയാനി യൗമൽ ഖിയാമ. ആ 2 സൂറത്തുകളും പ്രത്യേകിച്ച് ആ മൊത്തത്തിൽ ഖുർആൻ ശുപാർശകനായി വരുന്നതിന്റെ പുറമെ ഈ 2 അധ്യായങ്ങൾ പ്രത്യേകം പരലോകത്ത് വരികയാണ്.
ഏതുപോലെ കഅന്നഹുമാ ഗമാമതനി ഔ കഅന്നഹുമാ ഗയായതാൻ ഔ കഅന്നഹുമാ ഫിർഖാൻ മിൻ തൈരിൻ സവാഫ് തുഹാജ്ജാനി അൻ അസ്ഹാബിഹിമാ. ആ രണ്ട് അധ്യായങ്ങളും പാരായണം ചെയ്യുകയും ആ രണ്ട് അധ്യായങ്ങളിൽ പറഞ്ഞിട്ടുള്ള വിധിവിലക്കുകളെ ജീവിത സ്പർശിയായ നിലക്ക് ജീവിതവുമായി കണക്ട് ചെയ്തുകൊണ്ട് അതിൽ പറഞ്ഞ ആശയങ്ങൾ അനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കുകയും ചെയ്തവരാരൊക്കെയുണ്ടോ അവരുടെ മുമ്പിലേക്കതാ നല്ല തണല് ചൊരിയുന്ന നിലക്ക്, നല്ല കുളിര് കോരിച്ചൊരിയുന്ന നിലക്കുള്ള മേഘക്കൂടകളെ പോലെ, അതല്ലെങ്കിൽ അതാ ചിറക് വിരിത്തി ഇങ്ങനെ പറന്നു വരുന്ന പക്ഷിക്കൂട്ടങ്ങളെ പോലെ ഈ രണ്ട് അധ്യായങ്ങൾ പ്രത്യേകം മഹ്ശറിൽ വരികയാണ്. എന്നിട്ട് എന്താ ഈ രണ്ട് അധ്യായങ്ങളും ചെയ്യുന്നത്? അതേ രണ്ട് സൂറത്തുകളും വാദിക്കുന്നു അന്നസ്ഹാബിഹിമാ. ഈ രണ്ട് സൂറത്തുകളും പാരായണം ചെയ്യുകയും അതനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കുകയും ചെയ്തവരായ ആളുകൾക്ക് വേണ്ടി അല്ലാഹ് നീ ഇവർക്ക് പ്രത്യേകം കരുണ ചെയ്യണേ എന്ന് അവർക്കായി ഈ രണ്ട് സൂറത്തുകൾ പഠിച്ചവനോട് പ്രത്യേകമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. വീണ്ടും ആ ഹദീസിൽ തന്നെ കാണാം, ഇഖ്റഊ സൂറത്തുൽ ബഖറ, നിങ്ങൾ അൽ ബഖറ സൂറത്ത് പാരായണം ചെയ്യൂ. ഫഇന്നഹദഹാ ബറക. അതെപ്പോഴും ആരുകൊണ്ട് നടക്കുന്നുവോ അത് സ്വീകരിക്കുന്നവനവന്റെ ജീവിതത്തിൽ എല്ലാ ബറക്കത്തും പുരോഗതിയും അല്ലാഹ് അതിലൂടെയാണ് നൽകുന്നത്. വതർകഹാ ഹസറാ. അതിനെ ഉപേക്ഷിക്കുന്നവന് നഷ്ടം തന്നെ, അവന് ഖേദം തന്നെയാണ് ഉണ്ടാവുക എന്നിങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ പ്രത്യേകതകൾ വിശദീകരിക്കുന്നു. ഇനിയതോ കണ്ടോ, അപ്പൊ പരിശുദ്ധ ഖുർആൻ എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു തരുന്നത്? ഈ ഖുർആൻ അതനുസരിച്ച് ജീവിച്ച ആളുകൾക്ക് വേണ്ടി പരലോകത്ത് ശുപാർശ പറയുകയാണ്. ഇനി അതാ നോമ്പിന്റെ കാര്യവും ഖുർആനിന്റെ കാര്യവും കൂടി ഒരുമിച്ച് മറ്റൊരു റിപ്പോർട്ടിൽ നമുക്ക് കാണാം. അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹുമയിൽ നിന്നുള്ള റിപ്പോർട്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അസ്സിയാമു വൽ ഖുർആൻ ഇസ്ഫാനി ലിൽ അബ്ദി യൗമൽ ഖിയാമah يقول الصيام أي ربي منعته الطعام والشهوات بالنهار فشفعني فيه ويقول القرآن منعته النوم بالليل فشفعني فيه قال فيشفعان. എന്താണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നുള്ള റിപ്പോർട്ടിൽ കാണുന്നത്? അസ്സിയാമു വൽ ഖുർആൻ, നോമ്പും പരിശുദ്ധ ഖുർആനും, വ്രതാനുഷ്ഠാനം, വ്രതവും വ്രതാനുഷ്ഠാനവും ഖുർആനും രണ്ടും അടിമക്ക് വേണ്ടി അള്ളാഹുവിന്റെ അടുക്കൽ ശുപാർശ പറയും. അള്ളാഹുവിന്റെ അടുക്കൽ ശുപാർശ പറയും. എങ്ങനെ ഇത് വരിക നമുക്ക് അറിഞ്ഞൂടാ. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, നമ്മൾ വിശ്വസിക്കുന്നു. നോമ്പ് വന്നിട്ട് അള്ളാഹിനോട് പറയും, ഐ റബ്ബി, എന്റെ റബ്ബേ, എന്റെ രക്ഷിതാവേ, മനഅ്തുഹു ത്വആമ വശ്ശഹവാതി ബിന്നഹാർ, ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളും പാനീയങ്ങളും അതുപോലെ തന്നെ ഹലാലായ അവന്റെ ഇണയുമൊക്കെ അടുത്ത് പകൽ സമയത്തുണ്ടായിട്ടും ഞാൻ കാരണത്താൽ അവനത് അനുഭവിച്ചില്ല. നല്ല വിശപ്പുണ്ടായിരുന്നു, അവൻ ഭക്ഷണം കഴിച്ചില്ല. അനുവദിക്കപ്പെട്ട ഇണ കൂടെ ഉണ്ടായിരുന്നു, അവൻ ഒരു നിലക്കുള്ള വേണ്ടാത്തരത്തിനും പോയില്ല. അതേ നോമ്പല്ലേ എന്ന കാരണത്താൽ അവൻ പകൽ സമയത്ത് അവന്റെ എല്ലാ ആഗ്രഹങ്ങളെയും മാറ്റിവെച്ചവനാണ്. അതുകൊണ്ട് ഫശഫ്ഇനി ഫീ, അവന്റെ കാര്യത്തിലുള്ള എന്റെ ശുപാർശ സ്വീകരിക്കണേ എന്ന് നോമ്പ് പറയും. ഉള്ള കാര്യത്തിലുള്ള എന്റെ ശുപാർശ സ്വീകരിക്കണേ എന്ന് നോമ്പ് പറയും. വയഖൂലുൽ ഖുർആനു, ഖുർആൻ പറയും, മനഅ്തുഹു നൗമ ബില്ലൈൽ, രാത്രി അവന്റെ ഉറക്കം നഷ്ടപ്പെടുത്തിയത് ഞാനാണ്. എന്നെ പാരായണം ചെയ്ത്, സുദീർഘമായി പാരായണം ചെയ്ത്, അതുപോലെ തന്നെ നിസ്കാരത്തിലും അല്ലാതെയുമൊക്കെ എന്നെ പാരായണം ചെയ്ത് ഉറക്കമിളച്ചവനാണവൻ. ഫശഫ്ഇനി ഫീ, ആയതിനാൽ അവന്റെ കാര്യത്തിലുള്ള എന്റെ ശുപാർശയും സ്വീകരിച്ചാലും. അങ്ങനെ രണ്ട്, ഈ നോമ്പിന്റെയും വ്രതത്തിന്റെയും പരിശുദ്ധ ഖുർആനിന്റെയും ശുപാർശകൾ ഫയശഫഅൻ, ഈ രണ്ട് വിഭാഗത്തിന്റെയും ശുപാർശകൾ സ്വീകരിക്കപ്പെടുന്നതാണ് എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായി നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പൊ സഹോദരങ്ങളെ, ഇവിടെയൊക്കെ ഈ രൂപത്തിലൊക്കെയുള്ള ശുപാർശകൾ നാളെ പരലോകത്ത് നടക്കുന്നുണ്ട്. പ്രത്യേകമായ നിലക്ക് ഒരുപാട് കാര്യങ്ങൾ
ഇത്തരം വിശദീകരണങ്ങളിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇവിടെയൊക്കെ എല്ലാം കഴിഞ്ഞ് അവസാനിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസുകളുടെ വെളിച്ചത്തിൽ നമ്മൾ പരിശോധിച്ചാൽ ഓരോ ആളുകളെ ഇങ്ങനെ വ്യത്യസ്തങ്ങളായ രൂപത്തിൽ എല്ലാവരെയും അവസാനിച്ച് കഴിഞ്ഞ് ഹദീസിൽ നമുക്ക് കാണാം, ഹദീസിന്റെ പദങ്ങളിൽ തന്നെ നമുക്ക് കാണാം. എന്താണ് അതിൽ പറയുന്നത്? എല്ലാ ആളുകളും അല്ലാഹു പറയും ഫയഖൂലുല്ലാഹു അസ്സ വജല്ല, അല്ലാഹു റബ്ബുൽ ആലമീൻ പറയും. എന്താണ്? ശഫാഅത്തിൽ മലായിക, മലക്കുകൾ ശുപാർശ പറഞ്ഞു, പ്രവാചകന്മാര് ശുപാർശ പറഞ്ഞു, മുഅ്മിനീങ്ങൾ ശുപാർശ പറഞ്ഞു. ഇനി ആരും ശുപാർശ പറയാനൊന്നും ബാക്കിയില്ല. വലം യബ്ഖ ഇല്ലാ അർഹമുർ റാഹിമീൻ, അർഹമുർ റാഹിമീനായ റബ്ബല്ലാതെ ഇനി ബാക്കിയില്ല. അതേ, അതിന്റെ വിശദവിവരം ഇൻഷാ അല്ലാഹ് നമുക്ക് സ്വർഗ്ഗ നരകങ്ങളെ കുറിച്ച് പറയുമ്പോൾ പറയാനുണ്ട്. ചുരുക്കി പറയട്ടെ, പടച്ച റബ്ബ് എന്തു ചെയ്യും? അതേ, നരകത്തിയിൽ നിന്ന് ഒരു പിടിയങ്ങ് വാരി പുറത്തേക്കിടുകയാണ്. പടച്ച റബ്ബിന്റെ ഒരു പിടുത്തം, ഒരു പിടി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിഞ്ഞുകൂടാ. എന്തായിരുന്നാലും കണക്കറ്റ രൂപത്തിലുള്ള ആളുകൾ, അതേ അല്പമെങ്കിലും അതാ പടച്ച റബ്ബിന്റെ പ്രത്യേകമായ കാരുണ്യത്തിന് വിധേയരാകുന്ന ആളുകൾ അവസാനമായി കൊണ്ട് ആ ഒരു പിടുത്തത്തിലൂടെ നരകത്തിയിൽ എന്നതാ അവർ വളരെ കറുത്ത നിറത്തിൽ കരിക്കട്ടകളെ പോലെ വളരെയേറെ വികൃതമായ രൂപം പൂണ്ടിട്ടുണ്ട്. അവരേതാ പ്രത്യേകമായ നിലക്ക് ഒരു വെള്ളത്തിൽ കുളിപ്പിക്കപ്പെട്ടുകൊണ്ട് അവര് പിന്നീട് പ്രത്യേകമായ നല്ലവരുടെ രൂപത്തിൽ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുമെന്ന് നമുക്ക് വിശാലമായ ഹദീസുകളിൽ കാണാം. ഇൻഷാ അല്ലാഹ് അത് വിശദീകരിക്കുന്നിടത്ത് നമുക്ക് പറയാനുണ്ട്. ചുരുക്കി പറഞ്ഞാൽ സഹോദരന്മാരെ, ഈ പറയുന്ന രൂപത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഹദീസുകളിൽ സ്ഥിരപ്പെട്ട് വന്നവ, ആ ഹദീസുകളിൽ സ്ഥിരപ്പെട്ടു വന്ന ഓരോ ശുപാർശകളും അതിനെക്കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ്? അതെ, എല്ലാവരും ശുപാർശ പറയുന്നു. എപ്പോൾ? അള്ളാഹുവിന്റെ അനുവാദം കിട്ടുമ്പോൾ. ആർക്ക് വേണ്ടിയാണ് ശുപാർശ? അത് പടച്ചവൻ തൃപ്തിപ്പെടുന്നവർക്ക് വേണ്ടി മാത്രം. ഇത് തന്നെ അടിസ്ഥാനപരമായ നിയമമാണ്. ഇനി ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, എങ്കിൽ സഹോദരന്മാരെ, ഇന്നിപ്പോ പല ആളുകളോടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമനെ വിളിച്ചുകൊണ്ട്, നബിയേ അങ്ങ് ഞങ്ങൾക്ക് നാളെ പരലോകത്തെ ശുപാർശ പറയണേ എന്ന് ഇപ്പോഴും തേടിക്കൊണ്ടിരിക്കുന്നു. ഞാൻ തുടക്കത്തിലെ ക്ലാസ്സിൽ നിങ്ങളോട് സൂചിപ്പിച്ചില്ലേ, നമ്മുടെ നാട്ടിലൊക്കെ പാരായണം ചെയ്യപ്പെടുന്ന മൗലിദുകളിൽ കാണാം, ഫിൽ ഖിയാമത്തി മുശ്ഫീഖൻ വഹ്ലനാ ഇൻ ബാഅയാ സയ്യിദി ഖൈറൻ നബി, നബിയേ അങ്ങ് ഞങ്ങൾക്ക് ശുപാർശ തരണം. അശ്ശഫാഅത ഹബ്ലനാ, അങ്ങ് ഞങ്ങൾക്ക് ശുപാർശ തരണേ നബിയേ. ഫിൽ ഖിയാമത്തി, ഖിയാമത്ത് നാളിൽ. അതേ, ഞങ്ങൾക്കത് കിട്ടിയിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ കാര്യം വളരെ സങ്കടമാണ്, ഞങ്ങളുടെ നാശമേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഇപ്പോഴും അതാ അല്ലാഹുവിന്റെ റസൂലേ അങ്ങ് ഞങ്ങൾക്ക് നാളെ പരലോകത്ത് ശുപാർശ പറയണേ എന്നിങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വിളിച്ചുകൊണ്ട് തേടുന്ന രൂപം, അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നതല്ല. അത് പാടില്ലാത്ത സംഗതിയാണ്, അത് പാടില്ലാത്തതാണ്. അപ്പൊ പറയും പല ആളുകളും അള്ളാന്റെ റസൂലിന് കൊടുത്തതെന്നാ ഞങ്ങൾ ചോദിക്കുന്നത്. അള്ളാന്റെ റസൂലിന് ശഫാഅത്ത് ഉണ്ട് അവിടുന്ന് പറഞ്ഞതല്ലേ? അപ്പൊ ശഫാഅത്തിനുള്ള അധികാരം നൽകപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അത് ചോദിക്കുന്നതിന് എന്താ വിരോധം? ഇത് പറയുന്ന ആളുകൾ തന്നെ മനസ്സിലാക്കണ്ടേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാര്യം മാത്രമല്ലല്ലോ, അമ്പിയാക്കളുടെ കാര്യം, മലക്കുകളുടെ കാര്യം, മറ്റു വിശ്വാസികളുടെ കാര്യം, ഷഹീദുകളുടെ കാര്യം, കൈക്കുഞ്ഞുങ്ങളുടെ കാര്യം, ഖുർആനിന്റെ കാര്യം, നോമ്പിന്റെ കാര്യം, ഇതൊക്കെ ശുപാർശ പറയുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞതല്ലേ? എന്നാൽ ആരെങ്കിലും ഇവിടെ വെച്ച്, ഓ നോമ്പേ നാളെ പരലോകത്ത് എനിക്ക് വേണ്ടി ശുപാർശ പറയണേ, ഓ പരിശുദ്ധ ഖുർആനേ എനിക്ക് വേണ്ടി നാളെ പരലോകത്ത് ശുപാർശ പറയണേ, അതല്ലെങ്കിൽ ഒരു രക്ഷിതാവിന് പറയാമോ, മരിച്ചുപോയിട്ടുള്ളത് എന്റെ കുഞ്ഞുങ്ങളെ വിളിച്ചുകൊണ്ട്, എന്നിൽ നിന്ന് അകന്നു പോയിട്ടുള്ള, പിരിഞ്ഞു പോയിട്ടുള്ള എന്റെ കൺമണികളെ, എന്റെ കുഞ്ഞുമക്കളെ, നിങ്ങൾ എനിക്ക് വേണ്ടി പരലോകത്ത് ശുപാർശ പറയണേ എന്ന് പറയാമോ? ഷഹീദുകളെ വിളിച്ചുകൊണ്ട് പറയാമോ? മുഅ്മിനുകളെ വിളിച്ചുകൊണ്ട് പറയാമോ? മലക്കുകളെ വിളിച്ചുകൊണ്ട് പറയാമോ? ആരെ വിളിച്ചും പറയാൻ പാടില്ല. ശഫാഅത്ത് ഇവരുടേതൊക്കെ ലഭിക്കണമെങ്കിൽ ആരോടാ പറയേണ്ടത്? അള്ളാഹിനോട്. അല്ലാഹുവേ, നമ്മൾ പറയണം, അല്ലാഹുവേ
നാളെ മഹ്ശറിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും അതുപോലെ തന്നെ ആരൊക്കെ ശുപാർശ പറയുന്നുണ്ടോ ആ ശുപാർശ പറയുന്ന ഒരൊറ്റ ശുപാർശകരുടെയും ശുപാർശ എനിക്ക് നിഷേധിക്കരുതേ അല്ലാഹ്. പടച്ച റബ്ബേ, അവരുടെയൊന്നും ശുപാർശ എനിക്ക് കിട്ടാതെ പോകരുതേ. ആരുടെയും ശുപാർശക്ക് യോഗ്യനല്ലാത്ത നിലക്ക് എന്നെ തള്ളരുത് അല്ലാഹ്. ഇതാണ് സത്യവിശ്വാസികൾ ദുആ ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ശുപാർശ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ എന്തു ചെയ്തോ? എന്റെ ശുപാർശ നാളെ പരലോകത്ത് പ്രത്യേകം കിട്ടണമെങ്കിൽ എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്? ആരെങ്കിലും അതാ ബാങ്ക് വിളി കേൾക്കുമ്പോൾ ആ ബാങ്ക് വിളിക്കുന്നവൻ പറയും പോലെ തന്നെ കേൾക്കുന്നവനും പറയുക. എന്നിട്ടെന്തു ചെയ്യണം? ആ ബാങ്ക് വിളി കഴിഞ്ഞാൽ നിങ്ങൾ എനിക്ക് വേണ്ടി എന്ത് ചെയ്യണം? സ്വലാത്തിനെ ചോദിക്കണം. അല്ലാഹുവിന്റെ റസൂലിന്റെ ശുപാർശ നമുക്ക് കിട്ടുവാനുള്ള മാർഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ച് തന്നത് അങ്ങനെയാണ്. അതേ ബാങ്ക് കേൾക്കുമ്പോൾ, ആ ബാങ്ക് നിങ്ങൾ കേൾക്കുമ്പോൾ, ഇദാ സമഅ്തുമുൽ മുഅദ്ദിന ഫഖൂലൂ മിസ്ല മാ യഖൂൽ സുമ്മ സല്ലൂ അലയ്യ. ആരെങ്കിലും അതാ ബാങ്ക് വിളിക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ, നിങ്ങൾ ബാങ്ക് വിളി കേട്ട് കഴിഞ്ഞാൽ അതുപോലെ നിങ്ങൾ പറഞ്ഞിട്ട് സുമ്മ സല്ലൂ അലയ്യ, പിന്നീട് നിങ്ങൾ അതാ എനിക്ക് വേണ്ടി സ്വലാത്തിനെ ചോദിക്കണേ, സ്വലാത്ത് ചൊല്ലണേ. എന്നിട്ട് എന്ത് പറയണം? എന്നിട്ട് നിങ്ങൾ ഇങ്ങനെ പറയണം, അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി താമ്മ വസ്സലാത്തിൽ ഖായിമ ആതി മുഹമ്മദനിൽ വസീലത വൽ ഫദീല വബഅസുഹു മഖാമൻ മഹ്മൂദൻ അല്ലദീ വഅദ്തഹു. അങ്ങനെ നിങ്ങൾ പറഞ്ഞാൽ, അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി താമ്മ, സമ്പൂർണമായ ഈ ക്ഷണത്തിന്റെ ഉടമയായ അല്ലാഹ്, വസ്സലാത്തിൽ ഖായിമ, നിലനിർത്തപ്പെടുന്ന നിസ്കാരത്തിന്റെയും ഉടമയായ റബ്ബേ, ആത്തി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന് നീ കൊടുക്കണേ അൽ വസീലത വൽ ഫദീല, വസീലത്തും ഫദീലത്തും നബിക്ക് നൽകി അനുഗ്രഹിക്കണേ. അത്യുന്നതമായ പദവികളാണ്, ശ്രേഷ്ഠമായ പദവി വസീലത്ത് ഫദീലത്ത് നൽകി അനുഗ്രഹിക്കണേ. വബഅസുഹു, അല്ലാഹുവേ നീ അദ്ദേഹത്തെ നിയോഗിക്കണേ, മഖാമൻ മഹ്മൂദൻ അല്ലദീ വഅദ്തഹു, നീ അദ്ദേഹത്തോട് ശുപാർശ ചെയ്തിട്ടുള്ള ആ മഖാമൻ മഹ്മൂദ് എന്ന് പറയുന്ന അത്യുന്നതമായ പദവിയിൽ നീ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ നിയോഗിക്കണേ എന്ന് നിങ്ങൾ എനിക്ക് വേണ്ടി ദുആ ചെയ്താൽ, ഹല്ലത്ത് ലഹു ശഫാഅതി യൗമൽ ഖിയാമ, അവന് എന്റെ ശുപാർശ നാളെ മഹ്ശറിൽ ലഭിക്കുന്നതാണ്. ഹല്ലത്ത് ലഹു, അവൻ ഇറങ്ങും. ശഫാഅതി, എന്റെ ശുപാർശ, യൗമൽ ഖിയാമ, അന്ത്യനാളിൽ അവന് ശുപാർശ കിട്ടും. അപ്പൊ സഹോദരന്മാരെ, എന്താ വേണ്ടത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ശുപാർശ കിട്ടാൻ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് എന്നോട് ഇങ്ങനെ വിളിച്ച് തേടിക്കോ എന്നല്ല പറഞ്ഞത്. നിങ്ങൾക്ക് എന്റെ ശുപാർശ കിട്ടാൻ നിങ്ങൾ എന്നോട് ഇങ്ങനെ നബിയേ ഞങ്ങൾക്ക് ശുപാർശ തരണേ എന്നിങ്ങനെ തേടിക്കോ എന്നല്ല അവിടുന്ന് പഠിപ്പിക്കുന്നത്. അവിടുന്ന് പഠിപ്പിക്കുന്നത് എന്താണ്? ഒരു മാർഗം പറയുന്നത്, ബാങ്ക് വിളി കേൾക്കുമ്പോൾ ഇന്ന് പലർക്കും ഇല്ലാത്ത ഒരു സ്വഭാവമാണത്. ആ സ്വഭാവം, ആ സുന്നത്ത് നഷ്ടപ്പെട്ടു പോവുകയാണ്. അങ്ങനെ നഷ്ടപ്പെടുത്തേണ്ട സുന്നത്തല്ലാതെ പലപ്പോഴും എന്തു ചെയ്യും? ബാങ്ക് വിളിക്കുമ്പോൾ സംസാരിക്കാൻ പാടില്ല എന്ന് എല്ലാവർക്കും അറിയാം. ബാങ്ക് വിളിക്കുമ്പോൾ അതിന് ഇജാബത്താണ് പറയേണ്ടത്. എന്നിട്ട് എന്ത് ചെയ്യും? വല്ല പ്രസംഗമൊക്കെ നടക്കുകയാണെങ്കിൽ ബാങ്ക് വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് പ്രാസംഗികനോട് പരിപാടി അങ്ങ് നിർത്തിവെപ്പിക്കും. എന്നിട്ട് പിന്നെന്താ? ഇതുവരെ ഒരാളെ വർത്താനം പറഞ്ഞുള്ളൂ പ്രാസംഗികൻ, പിന്നെ കൂട്ടമായിട്ട് എല്ലാവരും വർത്താനം പറയാണ്, പിന്നെ എല്ലാവരും കൂട്ടമായിട്ട് വർത്താനം പറയും. ഇങ്ങനെയൊക്കെയാണ് സമൂഹത്തിലെ സ്ഥിതി. വാസ്തവത്തിൽ ബാങ്ക് വിളി കേൾക്കുമ്പോൾ അതിനോടുള്ള ആദരവ് നിലനിർത്തിക്കൊണ്ട് എന്താണ് വേണ്ടത്? ബാങ്ക് വിളിക്കുന്നവൻ പറയുമ്പോലെ തിരിച്ചങ്ങോട്ടും പറയുക. ഹയ്യാലു സ്വലാഹ് ഹയ്യാലുൽ ഫലകളിൽ അത് പിന്നെ വേറെയാണ്, അതിന് പറയേണ്ടത് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അതെ, ഈ രൂപത്തിലൊക്കെയുള്ള നിയമങ്ങൾ പാലിച്ച് ആ രൂപത്തിൽ എങ്ങനെയാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതെങ്കിൽ ബാങ്ക് വിളി കേൾക്കുമ്പോൾ അതിന് ഉത്തരം പറഞ്ഞ്, അത് ശ്രദ്ധിച്ച് കേട്ട് ഉത്തരം പറഞ്ഞ്, അതിന്റെ ശേഷം സുമ്മ സ്വല്ലു അലയ്യ, പിന്നീട് അതിന്റെ ശേഷം ഒരു സ്വലാത്ത് ചൊല്ലൽ സുന്നത്തുണ്ട്. ബാങ്ക് വിളി കേട്ട് കഴിഞ്ഞാൽ നേരെ അങ്ങ് അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി താമ്മ എന്ന ദുആയിലേക്കല്ല കടക്കേണ്ടത്. അതിന്റെ മുമ്പായിട്ട് നമ്മൾ സ്വലാത്ത് ചൊല്ലണം.
ആ സ്ഥാനമങ്ങ് മാറ്റിപ്പോയി. പലപ്പോഴും ബാങ്ക് തുടങ്ങുന്നതിന്റെ മുമ്പ് നമ്മുടെ നാട്ടിൽ മൈക്കം ഓണാക്കിയാൽ കാണാം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. ബാങ്കിന്റെ തുടക്കത്തിൽ ഒരു സ്വലാത്ത് ചൊല്ലുന്ന സമ്പ്രദായം അത് അനാചാരമാണ്. അതുപോലെ തന്നെ ഇഖാമത്ത് ചൊല്ലുമ്പോൾ തുടക്കത്തിൽ അതാ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് ഇഖാമത്ത് വിളിക്കും. അതൊന്നും പാടില്ല, അനാചാരമാണെന്ന് പറഞ്ഞ അപ്പൊ പറയും കണ്ടോ വഹാബിസമാണ്, വഹാബിയാണ്, സ്വലാത്തിനോട് അലർജിയാണ്. സ്വലാത്തിനോടൊരു അലർജിയില്ല. ഒരു പ്രത്യേകമായിട്ട് ഇന്ന സമയത്ത് ഒരു സ്വലാത്ത് ചൊല്ലൽ പുണ്യുണ്ട് നിശ്ചയിക്കാൻ എനിക്കും നിങ്ങൾക്കും ലോകത്ത് ഒരാൾക്കും അതിന് ഇന്ന സമയത്ത് ഇന്നൊരു സ്വലാത്ത് ചൊല്ലൽ പ്രത്യേകം പുണ്യുണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് ഒരു നേരത്തും അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പുണ്യം പറഞ്ഞിടത്തല്ലാതെ പ്രത്യേക പുണ്യുണ്ട് എന്ന് വിചാരിച്ചൊരു സ്വലാത്ത് നടപ്പിലാക്കാനേ പാടില്ലാത്ത സംഗതിയാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ല സ്വലാത്തിനോട് അലർജി ഒന്നല്ല. ഒരാൾ പറയണേ ഒരു പാലങ്ങനെ ബ്രിഡ്ജ് ഇങ്ങനെ കയറുമ്പോൾ ഒരാൾ വരാം, ആ ബ്രിഡ്ജ് കയറുമ്പോൾ 10 സ്വലാത്ത് സുന്നത്തുണ്ട് എന്ന് പറഞ്ഞിട്ട് നാളെ ഒരാള് ആ ബ്രിഡ്ജ് കയറുന്ന സമയത്ത് ഒരു 10 സ്വലാത്ത്, നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ഒരു പാലം കിടക്കുമ്പോൾ ഒരു 3 സ്വലാത്ത് ചൊല്ലല് സുന്നത്തുണ്ട് എന്ന് വിചാരിച്ച ഒരാൾ സ്വലാത്ത് ചൊല്ലിയാൽ അവന് സ്വലാത്ത് ചൊല്ലിയതിന്റെ കൂലിയല്ല കിട്ടുക, ശിക്ഷ കിട്ടുക. കാരണം എന്താ, അവൻ മതത്തിൽ പുതിയതൊന്നും ഉണ്ടാക്കിയാണ്. ഇതൊക്കെ പറയുമ്പോ എന്താണെന്നറിയോ, കണ്ടോ ഇവർക്ക് സ്വലാത്ത് എന്ന് പറഞ്ഞാൽ ഭയങ്കര അലർജിയാണ്. മുജാഹിദുകൾ എന്ന് പറഞ്ഞാൽ സ്വലാത്തിനോട് ഭയങ്കര പുച്ഛമാണ് എന്നാ പറയാ. എന്താണ് ഈ പറയുന്നത്? എന്താണ് ഈ ആരോപണം നടത്തുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പുണ്യം നിശ്ചയിച്ച് പഠിപ്പിച്ചിട്ടില്ലാത്തൊരു സ്ഥലത്ത് നമ്മുടെ വകയായിട്ടൊരു പ്രത്യേക എണ്ണവും പുണ്യമൊന്നും നിശ്ചയിക്കാൻ നമുക്ക് പാടില്ല. അതേ അവസരത്തിൽ ഒരാൾക്ക് ഏത് സമയത്തും സ്വലാത്ത് ചൊല്ലാം, ഏത് സമയത്തും അയാൾക്ക് അവസരം കിട്ടുമ്പോൾ സ്വലാത്ത് ചൊല്ലാം. കാരണം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മേൽ ഒരു സ്വലാത്തിനെ ചോദിച്ചാൽ അല്ലാഹു അവനത് കാരണമായി 10 ഗുണം ചൊരിയുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. അത് എപ്പോഴും ആവാം. അതേ അവസരത്തിൽ ബാങ്കിന്റെ മുമ്പൊരു സ്വലാത്ത് സുന്നത്തുണ്ട്, ഇഖാമത്ത് കൊടുക്കുന്നതിന്റെ മുമ്പൊരു സ്വലാത്ത് സുന്നത്തുണ്ട്, നിസ്കാരം കഴിഞ്ഞ ഉടനെ ഒരു പ്രത്യേക സ്വലാത്ത് സുന്നത്തുണ്ട്. എന്നിങ്ങനെ ഒരു പ്രത്യേകമായ സ്വലാത്ത് നമ്മുടെ നാട്ടിലൊക്കെ കാണാം. ഈ തറാവീഹ് നിസ്കാരങ്ങളുടെ 2 റക്അത്ത് കഴിഞ്ഞാൽ 4 റക്അത്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക സ്വലാത്ത്, സല്ലൂ അലൻ നബി മുസ്തഫ മുഹമ്മദിൻ വാലി എന്നാണ് പറഞ്ഞു. പിന്നെ ഒരു കുറേ സ്വലാത്ത്. അങ്ങനെ തറാവീഹിന്റെ റക്അത്തുകൾക്കിടയിൽ സലാമുകൾക്കിടയിൽ ഓരോ സലാമുകൾ വീട്ടി കഴിയുമ്പോൾ അതിന്റെ ഇടയ്ക്ക് ഒരു സ്വലാത്ത് ചൊല്ലൽ സുന്നത്തുണ്ട് എന്ന നിരക്ക് ചൊല്ലുന്നതും അനാചാരമാണ്, തെറ്റാണ്. വിചാരത്തിൽ പറഞ്ഞാൽ തെറ്റാ, ആ സ്വലാത്ത് ചൊല്ലിയ തെറ്റാണ്. എപ്പോ ഇങ്ങനെ വിചാരിച്ച് ചെല്ലിയാൽ, ഇങ്ങനെ വിചാരിച്ചില്ലാത്ത സമയത്ത് നമ്മുടെ വകയായിട്ടൊന്നും ഉണ്ടാക്കാൻ പാടില്ല. അതേ അവസരത്തിൽ ഏത് സമയത്തും നമുക്ക് സ്വലാത്ത് ചൊല്ലാം, വലിയ പുണ്യമുള്ള സംഗതിയാണ്. അപ്പോ നമ്മൾ ഇതൊക്കെ വേർതിരിച്ച് മനസ്സിലാക്കണം. പോകട്ടെ, ഞാൻ വിഷയത്തിലേക്ക് തന്നെ വരുന്നു. അങ്ങനെ ഒരാൾ ബാങ്ക് വിളി കേട്ടപ്പോൾ അതുപോലെ തന്നെ മറുപടി പറഞ്ഞു. ശേഷം അതാവൻ എന്റെ മേൽ സ്വലാത്ത് ചൊല്ലി. അപ്പൊ ബാങ്ക് വിളി കേട്ട് കഴിഞ്ഞാൽ നമ്മൾ സ്വലാത്ത് ചൊല്ലണം. എന്നിട്ടാണ് പറയേണ്ടത്, അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി തമ്മ വസ്സലാത്തിൽ ഖായിമ ആതി മുഹമ്മദനിൽ വസീലത വൽ ഫദീല വബഅത്ഹു മഖാമൻ മഹ്മൂദൻ അല്ലദീ വഅത്ത. ചില ആളുകൾ അതിന്റെ കൂടെ വർസുഖ്നാ ശഫാഅതഹു യൗമൽ ഖിയാമ എന്നും കൂടെ ചേർത്ത് പറയാറുണ്ട്. അത് ഹദീസിൽ സ്വഹീഹായി വന്ന പദങ്ങളല്ല. ഇത്രയും ഒരാൾ പറഞ്ഞാൽ തന്നെ, ഇത്രയും ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരാൾ പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഹല്ലത്ത് ലഹു ശഫാഅതി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ എന്റെ ശുപാർശ അവന് കരസ്ഥമാകുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അപ്പോ ചില ആളുകൾ ഈ റേഡിയോയിലൊക്കെ ഇതിങ്ങനെ കേൾക്കും. റേഡിയോയിലൊക്കെ ഇങ്ങനെ കേൾക്കാം, ഈ ബാങ്കാൻ കൊടുത്ത് ഞാൻ മൻ ഖാല ഹീന യസ്മഉ നിദാ അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി തമ്മ വസ്സലാത്തിൽ ഖായിമ ആതി മുഹമ്മദനിൽ വസീല വൽ ഫദീല വബഅത്ഹു മഖാമൻ മഹ്മൂദൻ അല്ലദീ വഅത്ത ഹല്ലത്ത് ലഹു ശഫാഅതി യൗമൽ ഖിയാമ എന്നിങ്ങനെ റേഡിയോയിലൊക്കെ പറയുമ്പോൾ പല ആൾക്കാരും വിചാരിച്ചു ഇതും ദുആയാണ്, ഹല്ലത്ത് ലഹു ശഫാഅതി യൗമൽ ഖിയാമ എന്ന് വെച്ചാൽ അത് പഠിച്ചു വെച്ച ആൾക്കാരുണ്ട്, വെറുതെ പറയുന്നതാണ്. ഇങ്ങനെ കേട്ടിട്ട് ആൾക്കാർ വിചാരിച്ചു ബാങ്കിന്റെ ശേഷം ഇങ്ങനെ പറയേണ്ട, അവസാനം എന്ത് ചെയ്യാണ്, വബഅത്ഹു മഖാമൻ മഹ്മൂദൻ അല്ലദീ വഅത്ത ഹല്ലത്ത് ലഹു ശഫാഅതി യൗമൽ ഖിയാമ ബാക്കി ഭാഗമാണ്. അത് ദുആന്റെ ബാക്കി ഭാഗമല്ല. ഈ നിലക്കൊരാൾ ചൊല്ലിയാൽ അവൻ എന്റെ ശുപാർശ ലഭിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ പുണ്യവും അതിന്റെ മഹത്വവും നമ്മെ പഠിപ്പിച്ചതാണ്. അതൊക്കെയാണ് വേണ്ടത്. അതല്ലാതെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വിളിച്ചുകൊണ്ട് ശഫാഅത്തിന് അവിടുത്തോട് തേടുക, അവിടുത്തെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക, അതൊന്നും ഇസ്ലാമികമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചിരുന്ന സംഗതികളല്ല. അത് അല്ലാഹുവിനോടാണ്. നാളെ മഹ്ശറിൽ നടക്കുന്ന ഏത് ശുപാർശയും
എനിക്ക് നഷ്ടമാകരുതേ, ഞാൻ അതിൽ നിന്ന് തടയപ്പെടരുതേ, ഞാൻ അവിടെ കഷ്ടപ്പെടരുതേ എന്ന് അള്ളാഹുവിനോട് ശുപാർശക്ക് വേണ്ടി അനുവാദം നൽകപ്പെടുന്ന ആ രൂപത്തിൽ അതിന് യോഗ്യരാകപ്പെടുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ വേണ്ടി അള്ളാഹുവിനോടാണ് തേടേണ്ടത്. ഒരിക്കലും ആരൊക്കെയാണോ നാളെ പരലോകത്ത് ശുപാർശകരായി വരിക അവരെ വിളിച്ച് തേടുവാനോ അവരെ വിളിച്ച് ഈ കാര്യം പ്രാർത്ഥിക്കുവാനോ പാടുള്ളതല്ല എന്നുകൂടി സാന്ദർഭികമായി പ്രത്യേകം എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ സഹോദരന്മാരെ, ശഫാഅത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് അനിവാര്യമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന ഏതാനും കാര്യങ്ങളാണ് നിങ്ങളെ ഇത്രയും ഈ 4 ക്ലാസ്സുകളിലൂടെ കേൾപ്പിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ വിഷയങ്ങളെ സംബന്ധിച്ചും മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കാണിച്ചു തന്ന ആ ശരിയായ രൂപത്തിൽ ഗ്രഹിക്കുവാനും മനസ്സിലാക്കുവാനും വിശ്വസിക്കുവാനും എല്ലാവിധത്തിലുള്ള തൗഫീഖും നമുക്കെല്ലാം നൽകി നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധത്തിലുള്ള പിഴച്ച വിശ്വാസങ്ങളിൽ നിന്നും ആചാരങ്ങളിൽ നിന്നും അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, സഹിക്കാനാവാത്ത പരീക്ഷണങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മെ ഏവരെയും കാത്ത് രക്ഷിക്കുമാറാകട്ടെ. നമ്മിലെ രോഗികൾക്ക് അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ ഇന്നക അൻതൽ ഗഫൂറുർ റഹീം. അല്ലാഹുമ്മ തവഫനാ മുസ്ലിമീന വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.